ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ 2025 ജൂലൈ ബാച്ചിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്നൊരു ഡൗട്ടാണ് എന്താണ് ഡിസ്ക്രിപ്പൻസി എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്ക്രിപ്പൻസി എന്നുള്ളതും അതുപോലെ തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഏതൊരു ബാച്ച് എടുത്താലും അതിലേക്ക് അഡ്മിഷൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ കൺഫർമേഷനൊക്കെ കഴിഞ്ഞാലും ഒരുപാട് സ്റ്റുഡൻസിന് വീണ്ടും അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കും. അതിലൊരു ഡൗട്ടാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്പൻസി എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഡിസ്ക്രിപ്പൻസി എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പല ഡോക്യുമെൻസിലും ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിന് റിജക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റുഡൻസിന് ഈ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. നോർമലി ഇഗ്നു യൂണിവേഴ്സിറ്റി ഈ ഒരു റിജക്ഷൻ വരുന്നതിൻ്റെ കാരണമായിട്ട് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഫോളോ അപ്പ് ചെയ്യാണ്ടെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിന് ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ റിജക്ഷൻ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു കണ്ടീഷൻസ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഗ്നു അക്സെപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാം ബോർഡിലായിരിക്കണം ആ ഒരു സ്റ്റുഡൻറ്റ് അവരുടെ +2 കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡ്, തമിഴ്നാട് ബോർഡ്, അതുപോലെ തന്നെ CBSE, ICIC പോലെയുള്ള ബോർഡുകളൊക്കെ ഇഗ്നു യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എക്സാം ബോർഡുകളാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ബോർഡിൽ +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിജക്ഷൻ ഒന്നും വരില്ല. അതല്ലാണ്ട് ഇഗ്നു യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ബോർഡിലാണ് നിങ്ങൾ +2 കവർ ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ ക്ലാരിറ്റിയാണ്. അതായത് നിങ്ങൾ ഇഗ്നുവിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ പ്രൂഫുകൾ നല്ല ക്ലാരിറ്റി ഉള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എല്ലാ പ്രൂഫിലെയും ഡീറ്റെയിൽസ് സിമിലർ അല്ലേ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ആ ഒരു ഡോക്യുമെന്റ്സ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും മിസ്മാച്ച് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്പൻസി വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ റിജക്ഷൻ വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഈ ഒരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ റിജക്ഷൻ വന്നു എന്ന് എങ്ങനെ സ്റ്റുഡൻസിന് മനസ്സിലാക്കാം എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നോർമലി നിങ്ങൾക്ക് റിജക്ഷൻ വരികയാണെങ്കിൽ ഇഗ്നു യൂണിവേഴ്സിറ്റി അതൊരു ടെക്സ്റ്റ് മെസ്സേജ് ത്രൂ ആണ് നിങ്ങളെ അറിയിക്കുക. ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ വരണമെന്നില്ല. 2 ഡേയ്സോ 1 വീക്കോ അല്ലെങ്കിൽ 10 ഡേയ്സോ ഒക്കെ എടുത്തിട്ടായിരിക്കും ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് യൂണിവേഴ്സിറ്റി റിജക്ഷൻ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിസ്ക്രിപ്പൻസി മെസ്സേജ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ പോർട്ടലിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്പൻസി സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഏതൊരു ഡോക്യുമെൻറ്റിനാണോ നിങ്ങൾക്ക് റിജക്ഷൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ് വീണ്ടും റീസബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഈ ഒരു റിജക്ഷൻ നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഈ ഒരു റിജക്ഷൻ മെസ്സേജ് എന്നുള്ളത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ പല സ്റ്റുഡൻസും ഇത് നോട്ടീസ് ചെയ്യാൻ മറന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെസ്സേജൊക്കെ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഈ ഒരു റിജക്ഷൻ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.